നെടുമങ്ങാട് ചോറ് തൊണ്ടയിൽ കുടുങ്ങി 1 വയസ്സും 7 മാസവും പ്രായമായ കുഞ്ഞ് മരണപ്പെട്ടു. കുഞ്ഞിൻ്റെ അമ്മ ഡാൻസുകാരിയാണ്. രണ്ടാനച്ഛനാണ് കുഞ്ഞിനെ നോക്കുന്നത്. കുഞ്ഞിനെ രണ്ടാനച്ഛനെ ഏൽപ്പിച്ചിട്ട് അമ്മ ഡാൻസിന് പോവും. ഇവിടെ കുഞ്ഞ് അനുഭവിക്കുന്ന പീഡനങ്ങൾ അതിനെ അത്രയ്ക്കും ക്രൂരമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് അതിനെ വേദന അരിപ്പിച്ച് ആ രണ്ടാനച്ഛനായ അഷ്കർ എന്ന് പറയുന്ന ആ നാറി, ആ പരമ നാറി ഏതോ തെണ്ടിക്കുണ്ടായവൻ ആ പിഞ്ച് കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. തൊണ്ടയിൽ ചോറ് കുടുങ്ങി മരണപ്പെട്ടു എന്ന് പറഞ്ഞും കൊണ്ടാണ് ആശുപത്രിയിൽ എത്തിക്കണത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ആ കുഞ്ഞ് ഒരുപാട് അനുഭവങ്ങളുണ്ടായി. ഈ അമ്മ ഡാൻസ് ക്ലാസ്സിന് ഇവിടെ തമിഴ്നാട്ടിലോ അങ്ങനെ എങ്ങാണ്ട് പോയിട്ട് അമ്മ വരുന്നത് 4 ദിവസം 5 ദിവസം അങ്ങനെയൊക്കെ ഒരാഴ്ച അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അമ്മ വീട്ടിൽ വരുന്നത്. അപ്പോഴൊക്കെ ഈ യവൻ്റെ കയ്യിലായിരുന്നു ഈ കുഞ്ഞ്. ഈ കുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ടു. കുട്ടിയുടെ അമ്മയുടെ പേര് അഖില എന്നാണ്. ഇനി അമ്മയാണോ ഇത് ചെയ്തത് എന്നൊന്നും അറിയാൻ വയ്യ. അഖില ഗർഭിണിയായിരിക്കുമ്പോഴാണ് അഖിലയുടെ ഭർത്താവ് അഖില് മരണപ്പെടുന്നത്. ഈ അഖില ഇങ്ങ് വീട്ടിൽ അമ്മയുടെ അടുത്ത് വരികയും അഖില പ്രസവിച്ചതിന് ശേഷം കുട്ടിയെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കൂലായിരുന്നു. അവരെ ഒന്ന് കാണാനോ ഒന്നിനും സമ്മതിക്കൂല. പക്ഷേ ആ ഭർത്താവിൻ്റെ വീട്ടുകാർ, അതായത് ഭർത്താവിൻ്റെ അച്ഛനൊക്കെ വിചാരിച്ചത് അത് കുട്ടിയുടെ അമ്മയല്ലേ, അത് നോക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇവരെ അങ്ങോട്ട് അടുപ്പിക്കുക പോലും ഇല്ലായിരുന്നു. എന്നിട്ട് ഇവള് നൂലുകെട്ടിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും അവരെടുത്ത് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. കുട്ടിയെ ഒന്ന് കാണിക്കുക പോലും ഇല്ല. ഇപ്പോൾ ഡൗട്ടുണ്ട്, ഈ ഭർത്താവ് മരണപ്പെടാനും കാരണം അയാളെ എവളാണോ തീർത്തത് എന്നും അറിയാൻ പറ്റൂല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അഖിലയുടെ അമ്മയും അതിൻ്റെ അമ്മുമ്മയും ആണ് ഈ കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവള് അഷ്കറിനെ പ്രണയിക്കണത്. അവർ രജിസ്റ്റർ മാരേജോ അങ്ങനെ എങ്ങാണ്ടൊക്കെ നടത്തി ഒരുമിച്ച് കഴിയണതിൻ്റെ ഇടയിലാണ് ഇവള് ഡാൻസ് ക്ലാസ്സിനെന്നും പറഞ്ഞ് ഇവള് പോവുമായിരുന്നു. പിന്നെ ഈ കുട്ടിയെ ചില ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ അമ്മയുടെ അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇവനും അമ്മയുടെ അമ്മയും അങ്ങനെയൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ പല ദിവസങ്ങളിലും ഈ കുട്ടി കരയും, ഇവൻ ഉപദ്രവിക്കുന്നതായിട്ട് ഇവർക്ക് തോന്നുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവൻ കൈ വലിച്ച് വിരിഞ്ഞ് 2 കൈയും വലിച്ച് വിരിഞ്ഞ് ഒടിച്ചു വെച്ചു. പിന്നെ അത് പ്ലാസ്റ്റർ ഇട്ട്. എന്നിട്ട് ഇവള് അഖില കാണിക്കണത്, അഖില അതിനെ സ്റ്റാറ്റസ് ഇട്ട് ആഘോഷിക്കും. ഈ കുട്ടിയുടെ കൈ വിരിഞ്ഞ് വെച്ചിരിക്കണത് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് സ്റ്റാറ്റസ് ഇട്ട് അത് ആഘോഷമാക്കി മാറ്റുമായിരുന്നു. അപ്പോൾ ഇവളും കൂടി ചേർന്ന് ഇവനും കൂടിയാണ് ഇതിങ്ങനെ ചെയ്തത്. അപ്പോൾ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന കണ്ടും കൊണ്ട് ആ അമ്മയ്ക്കറിയാം ഇത് ഇവൻ ചെയ്യണ ക്രൂരതകളാണ്. കുട്ടിയുടെ കരച്ചിൽ കേൾക്കും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു വീട്ടിലൊക്കെ ആകുമ്പോൾ അത് അറിയാൻ കഴിയും. അപ്പോൾ അമ്മ ഇത് അവിടെ പരാതി കൊടുത്തപ്പോഴത്തേക്കും അതിനിടയിൽ മകള് വന്നിട്ട് നേരെ തിരുത്തുന്ന രീതിക്ക് അത് വീണതാണ് എന്നൊക്കെ ഉള്ള രീതിക്ക്, സൈക്കിളിൽ നിന്ന് വീണതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകള് വന്ന് അതവിടെ പരാതി എടുക്കാത്ത രീതിക്ക് ആക്കി വെച്ചു. ഇല്ലായിരുന്നെങ്കിൽ ആ അമ്മുമ്മ അന്ന് പരാതി പറഞ്ഞ സമയത്ത് എന്തെങ്കിലും ഒരു നടപടി എടുത്തിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു പേടി കണ്ടനായിരുന്നു. പക്ഷേ അവൻ അഷ്കർ സൈക്കോയാണ്. അതായത് അഖിലയുടെ 2ാമത്തെ കാമുകൻ സൈക്കോ. അവള് ആ കുട്ടിയെ എടുത്തു വെച്ചോണ്ട് നിൽക്കുന്ന ഒന്ന് കാണാം. നിങ്ങൾക്ക് 2 പേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? സിമ്പിളാണ് സംഭവം. നമ്മളെ അക്കൗണ്ട് ഒന്ന് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഇപ്പൊ 1 അല്ല 2 എല്ലാരടുത്തും പറഞ്ഞ സൈക്കിളിൽ നിന്ന് വീണെന്നാണ്. സൈക്കിളിൽ നിന്ന് വീണെന്ന് ആ അമ്മച്ചി അഖില, അവളാണ് ഈ നിൽക്കണത്. ആ കുട്ടിയുടെ 2 കൈയും പ്ലാസ്റ്റർ ഇട്ട് വെച്ച് കെട്ടിയിരിക്കണു. നീ സൈക്കിളിൽ നിന്ന് വീണ ബ്രോ? മാമനാ? ഏത് മാമൻ? അങ്ങനെയൊന്നുമില്ല. ഒരു സംഭവം എത്ര ഉള്ളു. നമ്മളെ അക്കൗണ്ട് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ സംഭവം എന്റെ അക്കൗണ്ട് സ്കൈ ജെയിംസിന്റെ അക്കൗണ്ട് ഫോളോ ഓക്കെ. നമ്മളെ ഏറെ അക്കൗണ്ട് ജിതിൻ പോകുന്ന അക്കൗണ്ടോ സ്കൈ ജെയിംസ് അക്കൗണ്ടോ ക്യാമേഴ്സ് അക്കൗണ്ടോ ഏറെ അക്കൗണ്ട് ഫോളോ ആയിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് കിട്ടും. അല്ലെങ്കിൽ എല്ലാ അക്കൗണ്ടും ഇപ്പോൾ ഫോളോ ആയാലും ഗിഫ്റ്റ് കിട്ടും. അടുത്ത നാളെ മറ്റന്നാൾ മണി ചലഞ്ച് ഇറങ്ങി വരും. ഇന്ന് മണി ചലഞ്ച് ഗിഫ്റ്റ് ചലഞ്ചാണ്. ഗായ്സ് എൻ്റെ അക്കൗണ്ട് ഓൾറെഡി ഫോളോവർ ആണ്, സൂപ്പർ ഫോളോവർ ആണെങ്കിൽ നമ്മൾ സൂപ്പർ ഫോളോവർ ആണ് നോക്കാം. ഇതിൽ ഈ 2ാമത്തെ സ്പോൺസറിൻ്റെ അക്കൗണ്ട് ഫോളോ ആയിട്ടില്ല ഗായ്സ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാ അക്കൗണ്ടും ഇപ്പോൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ഫോളോവേഴ്സിന് കൊടുക്കാൻ പറ്റും. കഷ്ട പൊന്നുമോ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്.
താങ്ക് യു. ചെറിയൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഫോളോ ചെയ്യാൻ പറയണം. ഫോളോ ചെയ്യോടി. എവളെ ഇറക്കരുത്, എവളും യവനും കൂടെ ചെയ്ത ദ്രോഹമാണ്. ഈ കുരുന്നിനെ അടിച്ചൊടിച്ച് കൈ ഇങ്ങനെ ആക്കി, പിന്നെ അതിൻ്റെ ശരീരഭാഗങ്ങൾ മൊത്തം അതിനെ മുറിവുകൾ, മൊത്തത്തിൽ മുറിവുകൾ. അവൻ സിഗരറ്റ് കൊണ്ട് കുത്തി അതിൻ്റെ ജനേന്ദ്രിയത്തിൽ വരെ അതിനെ ഉപദ്രവിച്ചു. ഒരുപാട് മുറിപ്പാടുകൾ, ശരീരം മൊത്തത്തിൽ മുറിപ്പാടുകൾ. ചോറ് കുടുങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആ മരണത്തിൽ സംശയം തോന്നി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്രയ്ക്കും ക്രൂരമായിട്ടുള്ള പീഡനം എന്ന് പറഞ്ഞാൽ മുറിവേൽപ്പിച്ചു. അതിൻ്റെ ശരീരങ്ങൾ മൊത്തത്തിൽ മുറിവേൽപ്പിച്ച ആ 1.5 വയസ്സായ കുട്ടിയെ അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ അഷ്കർ എന്ന് പറയുന്ന അവനും, അതായത് മറ്റോള് അമ്മച്ചി, കൂട്ടുനിന്ന അമ്മച്ചിയും. എങ്കിന്നാ നീ നിൻ്റെ ഭർത്താവിൻ്റെ ആ മരിച്ചുപോയ അയാൾ ആൾക്കാർക്കങ്ങ് വിട്ടുകൊടുക്കാത്ത എന്തായിരുന്നടി ദ്രോഹി നീ? അല്ലെങ്കിൽ പിന്നെ നീ വേണ്ടെങ്കിൽ നീ ആർക്കെങ്കിലും അങ്ങ് കൊടുക്കാത്ത എന്തായിരുന്നു? അവൾക്ക് നോക്കാൻ വയ്യ, എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ അമ്മുമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ആ അമ്മുമ്മേരെ അടുത്തുനിന്ന് ഈ കുട്ടിയെ എടുത്തും കൊണ്ട് ഈ അഷ്കറും എവളും കൂടി ചേർന്ന് ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നു. നന്ദിയോടോ അങ്ങനെ അങ്ങോട്ട് ആ സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ടാക്കുന്നു. ഒരു 1.5 മാസമേ ആയോളൂ വീട് വാടകയ്ക്കെടുത്തിട്ട് ഈ അമ്മുമ്മേരെ കയ്യിൽ നിന്ന് ഈ കുട്ടിയെ വാങ്ങിച്ചോണ്ട് പോയി അവിടെ കൊണ്ട് ചെന്നിട്ടായിരുന്നു ക്രൂരമായിട്ടുള്ള പീഡനം. അപ്പോഴാണ് അമ്മുമ്മ സ്റ്റാറ്റസ് വഴിയാണ് കാണുന്നത് കുട്ടിയുടെ കൈ ഇങ്ങനെ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത്. ആ സ്റ്റാറ്റസ് വഴി അമ്മുമ്മ കാണുന്നു. അങ്ങനെയാണ് കൊണ്ടുവന്ന് പരാതി കൊടുക്കണത്. എന്നിട്ട് ആ പരാതി പോലും സ്വീകരിച്ചില്ല. അന്ന് ആ പരാതി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ സംഭവിക്കൂലായിരുന്നു. പക്ഷെ നമുക്ക് ആ വാർത്ത കേൾക്കാം. മരിച്ച 1.5 വയസ്സുകാരന്റെ ശരീരത്തിൽ 51 മുറിവുകൾ. കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ശരീരത്തിൽ ഒടിവും ചതവും കാലിൽ പൊള്ളിച്ച പാടുകളുമുണ്ട്. ജനനേന്ദ്രിയത്തിലും മുറിവേറ്റിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരികാവയവങ്ങളിലെ മുറിവ് മരണകാരണമായി. കേസിൽ പോലീസിനും ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടിയെ മകളുടെ ഭർത്താവ് മർദ്ദിക്കുന്നുവെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞ അഖിലയുടെ മാതാവ് റീന നെടുമങ്ങാട് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും പോലീസ് ഗൗരവത്തോടെ കണ്ടില്ല. എൻ്റെ മക്കള് ആക്രിയിൽ മോള് കയറിയിരുന്നിട്ട് പോലും അത് വീണിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് ഇത്രയും പൊക്കമുള്ളിടത്ത് അത് അമ്മുമ്മയാണ്. അതിൻ്റെ ഇടയിൽ അറിയാൻ കഴിഞ്ഞത് ഈ അമ്മുമ്മയും ജോലിക്ക് പോകുന്ന വീട്ടിൽ ഈ കുട്ടിയെ കൊണ്ടുവന്ന് ആ വീട്ടിൽ ഇരുത്തിയിട്ടാണ് അവരൊക്കെ ജോലി ചെയ്യുന്നത്. അതുപോലെ ഈ അഖിലയുടെ അമ്മയും ജോലിക്ക് പോകും, ഏതോ കമ്പനിയിലങ്ങാണ്ട പോകും. അപ്പോഴീ അമ്മുമ്മയാണ് നോക്കണേന്ന്. അപ്പം ഈ അമ്മുമ്മ വേറൊരു വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടാണ് ജോലി ചെയ്യണം. എന്നാലും അവരങ്ങനെയെങ്കിലും നോക്കിയല്ലോ. അവർക്ക് അങ്ങനെ ജീവിക്കാൻ അവരെ ജീവിതമാർഗം അങ്ങനെ ജോലി ചെയ്തായിരിക്കും അവരെ ജീവിതമാർഗം കഴിഞ്ഞു പോകുന്നത്. ആ തെണ്ടിയായ യവൻ ഈ കുട്ടിയെ അവരിൽ നിന്നാണ് മേടിച്ചുകൊണ്ട് വന്നത്. എവളും കൂടെ ചേർന്നാണ് ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ടാണ് ഇത് ഇത്രയും ദ്രോഹം ചെയ്തത്. ഇവർ നോക്കിയിരുന്നപ്പോൾ പോലും ഇവർ പറയുന്നുണ്ട് ഒന്ന് വീഴുക പോലും ചെയ്തില്ല എന്ന്. അങ്ങ് വീണ് 2 കൈ ഒടിഞ്ഞ് അത് ഇവിടെ മുതൽ ഇതുവരെയാണ് അതിന് ഒടിവുള്ളത്. ഇങ്ങനെ സംഭവിച്ച് എൻ്റെ മോനെ റോഡിൽ കയറ്റിയിട്ടെങ്കിൽ അത് എവിടെയെങ്കിലും പോയി ജീവിച്ചിന് ആരെങ്കിലും എടുത്തോണ്ട് പോയനായിരുന്നു. അത് സംഭവിച്ചത് അവൻ വലിച്ചൊടിച്ചതാണ്. കുഞ്ഞിന്റെ കൈ വലിച്ചൊടിച്ചു. അത് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ലോകത്തോടുള്ള എല്ലാ പരാതികൾക്കും അവനും അവൾക്കും ജീവിതകാലം മുഴുവനുമുള്ള പരാതിക്ക് അവരവിടെ കിടക്കണം, ജയിലിൽ കിടന്ന് നരകിക്കണം. ഇല്ലാത്ത പക്ഷം ഇറക്കി വിട്ട് ഞങ്ങൾ ആരെങ്കിലും ഏൽപ്പിക്കണം. ബാക്കി ഞങ്ങൾ ചെയ്ത് തീർത്തോളാം. അതാണ് അവർ കൈകാര്യം ചെയ്യണം. ജയിലിൽ നിന്ന് അങ്ങനെ ഇറക്കി വിടണമെന്നുണ്ടെങ്കിൽ, അവന്മാരെ തീറ്റി പോറ്റിയിട്ട് അവനെയും കൂടെ ഇറക്കി വിടണമെന്നുണ്ടെങ്കിൽ നാട്ടുകാരും അതുപോലെ തന്നെ ഇവരെല്ലാവരും കൂടി കൈകാര്യം ചെയ്യണം. അവനെ അത്തേ കണക്കിന് കൊടുക്കണം, അവനെ ശിക്ഷിക്കണം. ഇനി ഈ ഭൂമിയിൽ അവനും ജീവിക്കരുത്, ജീവനോടെ ഇരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ദുഷ്ടന്മാർ ഇനി ഒരു കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കാൻ പാടില്ല. പക്ഷെ ഇത്രത്തോളം സംഭവിക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. മേളിൽ കയറി നിന്നിട്ട് പറഞ്ഞേക്കുന്നത് പിന്നെ ഞാൻ കൂടിപ്പോയാൽ 5-6 ദിവസം നോക്കും, പിന്നെ പുഴുത്ത പട്ടിയെ പോലെ നോക്കുമെന്ന് അവൻ മേളിൽ റോഡിലൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടാ പോയത്. അപ്പോൾ അത് ഞാൻ അവൻ വീട്ടിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് പറഞ്ഞു. അന്നൊക്കെ ഈ അമ്മേരെ കൂടെ ഇരുന്ന് ഈ കുഞ്ഞ് അപ്പോൾ പറഞ്ഞെന്ന് 5-6 ദിവസം നോക്കും, പിന്നെ അതിനുശേഷം പുഴുത്ത പട്ടികളെ പോലെ നോക്കുമെന്നു അവനും അവളും കൂടെ വെല്ലുവിളിച്ചിട്ടാണ് പോയത്.
എൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത്. സംശയം തോന്നി, കാരണം ഇവൻ ക്രൂഡ മൈൻഡുള്ളവനാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും അങ്ങനെ ഞാൻ അവിടെ പറഞ്ഞതും. അപ്പോഴത്തേക്കും ഡിവൈഎസ്പി സാർ എന്നോട് പറഞ്ഞത് സ്വന്തം അമ്മയാണ് കുഞ്ഞിനെ ചോദിക്കുന്നത്, അപ്പോൾ അവർക്ക് അത് കൊടുത്താലേ പറ്റുള്ളൂ, നമുക്ക് പിടിച്ചു വാങ്ങിച്ച് തരാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്ന് പറഞ്ഞു. ഈ കൈ ഒടിഞ്ഞ കാര്യം ഞാൻ ചൈൽഡ് ലൈനെ അറിയിച്ചിരുന്നു. അവരെന്നോട് പറഞ്ഞിരുന്നത് സ്റ്റേഷനിൽ നിങ്ങളെ നാളെ ചെല്ലാൻ വേണ്ടി പറഞ്ഞേക്കേലേ അവിടെ എന്ത് ആക്ഷൻ എടുത്തു എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊള്ളാം എന്നാണ് പറഞ്ഞിരുന്നത്. 3 മാസം കൊണ്ട് ഞാൻ ഇതിൻ്റെ പുറകെ ആയിരുന്നു ഈ കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇത് അച്ഛൻ്റെ അച്ഛനാണ് പറയണത്. ഈ കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആദ്യമായിട്ട് വിളിച്ചത് ഈ അഖില ഡാൻസിന് പോകുന്ന ഡാൻസ് ടീച്ചർ ആണ് എന്നെ വിളിച്ചത്. ഈ ഡാൻസ് ടീച്ചർ എന്നെ വിളിച്ച് അവർ പാലക്കാട് നിൽക്കുവാണ്. യവനാണ് ഈ അഷ്കർ എന്ന് പറയുന്ന യവൻ, ഈ ക്രൂരനാണ്. ഈ ഒരു ഡാൻസ് ടീച്ചറുണ്ട്, ആ ഡാൻസ് ടീച്ചറിനെയും കൊണ്ടാണ് ഇങ്ങനെ നടക്കണം. കണ്ട പെണ്ണുങ്ങളെ ഇങ്ങനെ പരിചയപ്പെടുത്തി ഇങ്ങനെ നടക്കുകയാണ്. ആ ഡാൻസ് ടീച്ചറിനെ വെച്ചിട്ടാണ് ഈ അഖില, അതായത് ഇപ്പം വെച്ചുകൊണ്ടിരിക്കുന്ന കാമുകിയായ ഇപ്പം ഭാര്യ എന്ന് പറയുന്ന അഖിലയെ പരിചയപ്പെടുത്തി കൊടുത്തു. അവള് ഈ ഡാൻസ് ടീച്ചറിന് അവള് എവളെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരും, വന്നിട്ട് നമുക്കിതിനൊരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ആ സ്ത്രീ ഇതുവരെ എന്നെ വിളിക്കുമോ, ഈ സ്ത്രീയും സംഭവങ്ങൾ നടന്നിട്ട് ഒരു ഫോൺ കോളിൽ പോലും എന്നെ വിളിച്ച് ചോദിക്കുകയോ ഇവിടെ വരികയോ ചെയ്തിട്ടില്ല. അസ്കറും ഈ ഡാൻസ് ടീച്ചറും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അവർ കുഞ്ഞിനെ ആദ്യം തരാമെന്ന് പറഞ്ഞിട്ട് ഇവനുമായിട്ട് ചേർന്ന് കുഞ്ഞിനെ തരാതിരിക്കാനുള്ള എല്ലാ രീതിയിലും ഇവർ ഇടപെട്ട് എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇവർക്ക് കറക്റ്റ് ഈ കുഞ്ഞ് ഉപദ്രവിക്കപ്പെടുന്നതും ഈ സംഭവങ്ങളെല്ലാം ഇരിക്കണണ്ടില്ലേ അവളെ അടിച്ചങ്ങ് വിട്ടു കൊടുക്കണ അവൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവള് എന്തിനവക്ക് കളഞ്ഞിട്ട് വന്നൂടായിരുന്ന ഇവള് സുഖം തേടിപ്പോയത് അത് ആ കുട്ടിയെ കൊണ്ടുപോയി. നീ എടി ദ്രോഹി, നീ ആർക്കെങ്കിലും ആ കുട്ടിയെ നീ കൊടുത്തിട്ട് പോവാത്തെന്തായിരുന്നു? ടീച്ചറിനറിയാം. ടീച്ചറിനെ വിളിച്ചത്ത് കൊണ്ടുവന്നാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇത് അവൻ ചേർത്ത് അവളെയും പിടിച്ചുകൊണ്ട് നടക്കണ്. അപ്പൊ അതിൽ വെച്ച് മനസ്സിലാക്കിക്കൂടെ അവർ രണ്ടുപേരും ഉള്ള കൈയാണെന്ന്? അവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കണം. ആ പോലീസന്മാർക്കൊന്ന് മാറ്റിയിരുത്തണമായിരുന്നു രണ്ടുപേര്. ഇത് ഒരു സ്ഥലത്ത് അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാണ്. ഇത്രയും ക്രൂരമായിട്ട് ആ ഒരു കുഞ്ഞിനെ കൊന്നിട്ട് അഷ്കർ അവൻ കല്യാണം കഴിച്ചതാണ്. അവൻ 18 വയസ്സായ ഒരു പെൺകുട്ടിയെ അവൻ കല്യാണം കഴിച്ചു. പാലോട് സ്വദേശിയാണ്. ആ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അതിനെ അവൻ എങ്ങനെയൊക്കെ അവനെ കൊണ്ടൊക്കോ അതെല്ലാം ആ രീതിക്ക് അവൻ ചെയ്തു. അതിനെ അത്രയ്ക്ക് ഉപദ്രവിച്ചു, അതിനെ അടിച്ചും ഇടിച്ചും അതിനെ കോമ സ്റ്റേജിലാക്കി. അതിൻ്റെ തലയ്ക്കൊക്കെ അടിച്ച് ബ്ലഡ് കോട്ടായി. അങ്ങനെയൊക്കെ ആയി ആ കുട്ടി മരണത്തിന് വരെ കീഴടങ്ങും എന്നുള്ള ഒരവസ്ഥയിലായി. അത് അവൻ്റെ ഉമ്മായും അവൻ്റെ സഹോദരിയും കൂടിയാണ് ആ ഒരു പെൺകുട്ടിയെ അടിച്ചത്. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് 21 വയസ്സേ ഉള്ളൂ. അത് മരണത്തോട് മല്ലടിച്ച് ആ കുട്ടി 2 വർഷം കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അതിൻ്റെ ഉമ്മ സംസാരിക്കുന്നുണ്ട്. മീഡിയക്കാർ അവരെ തപ്പിപ്പോയി. ഭാര്യയെ ഇത്തരത്തിൽ കയറിൽ കുരുക്കിട്ട് പാനിൽ കെട്ടിത്തൂക്കാൻ നോക്കുന്നു, ബലമായ വായിൽ വിഷമൊഴിച്ചു കൊടുക്കാൻ നോക്കുന്നു, 2 കൈ ചേർത്ത് ചെവിക്കടിക്കുന്നു, തല പിടിച്ച് ഭിത്തി. ആദ്യത്തെ ഭാര്യയുടെ ഒരു ആമിന എന്നാണ്. അതിനെ 18 വയസ്സിലാണ് യവൻ ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, അങ്ങനെ എങ്ങാണ്ട കണ്ട് അങ്ങനെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ നിക്കാഹ് നടത്തി കൊടുക്കുന്നു. എന്നിട്ടാണ് അവിടെ കൊണ്ട് ചെന്നിട്ട് അവൻ്റെ ഉമ്മായും സഹോദരിയും കൂടെ ക്രൂരമായിട്ടുള്ള പീഡനം. അതിനെ അടിച്ചും ഇടിച്ചും തലയ്ക്കടിക്കുന്നു, അതിനെ എന്തെല്ലാം ചെയ്യുക, അതിനെ വലിച്ചഴയ്ക്കുന്നു, പിന്നെ അത് ഫാനിൽ കെട്ടിത്തൂക്കാൻ നേരത്താണ് അത് എങ്ങനെയൊക്കെയോ എന്തോ അത് രക്ഷപ്പെട്ടു. കൊച്ചു കോമയിലായി ഹോസ്പിറ്റലിൽ ശരീരം തളർന്ന് കിടക്കുന്നു. 2ാമത്തെ ഭാര്യയെ പീഡിപ്പിക്കുന്നു. ഒരു കുഞ്ഞിനെ കൊല്ലാക്കൊലയുടെ പരമാവധി ഒരു 1.5 വയസ്സ് കുഞ്ഞ്, എന്തൊരു വേദന. ഇപ്പോഴും അത് മെഡിക്കൽ കോളേജിലാണ്. എന്നിട്ടാണ് യവൻ 2ാമത് ഈ അഖിലെന്ന് പറയണ ഈ സാധനത്തിനെ കണ്ട് അവക്കും ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോരെങ്കിൽ അതിൻ്റെ ഇടയിൽ ആ ഒരു കുരുന്നു കുട്ടിയെ കൂടെ യവൻ ഇങ്ങനെ ചെയ്തു. ഇവൻ എന്ത് സൈക്കോയാണ് യവൻ. അതിന്റെ ആ കുഞ്ഞു ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവണം. അത്രമാത്രം മാരക വേദന അറിയുന്നു. ഇയാൾ ഈ ക്രൂരതയൊക്കെ ചെയ്ത് ബന്ധുക്കൾക്കറിയാമെന്ന് അറിയാം. അവിടെ ഇടപെടാൻ നാട്ടുകാരില്ലേ? ഇവർക്ക് ബന്ധുക്കളില്ലേ? പിടിച്ച് 2 അടി കൊടുക്കാൻ നാട്ടുകാർ ആരും ഉണ്ടായിരുന്നില്ലേ? ഷെഫി, അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ ചോദിച്ചു പോവാണ്. ഈ അക്രമത്തിലല്ലേ ഇങ്ങനെ ഉള്ളവന്മാരാ അടിയല്ല കൊടുക്കാനുള്ളത്, തീർക്കണം അങ്ങ്. പിന്നെ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കരുത്. ഒരു സ്ത്രീകളെടുത്തും ഇങ്ങനെ കാണിക്കരുത്, ഒരു കുട്ടികളെടുത്തും ഇങ്ങനെ കാണിക്കരുത്. ഒരു പരിധിയില്ലേ ഷെഫി? ഇന്ന് ആ മെഡിക്കൽ കോളേജിനടുത്ത ഫിസിയോതെറാപ്പി സെന്ററിലാണ് ഞാൻ ആ കുഞ്ഞിനെ എത്തി ആദ്യം കാണുമ്പോൾ എൻ്റെ മനസ്സിലും ഓടി. ആ മോള് മീഡിയക്കാരടുത്ത് സംസാരിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ സൗണ്ടൊന്നും തിരിഞ്ഞു വരുന്നില്ല. അതിനെ തലയ്ക്കൊക്കെ അടിച്ച് പിന്നെ അത് കോമ സ്റ്റേജിലായി. ഇപ്പം ജീവനുണ്ടെന്ന് പറയാനേ പറ്റൂ. എൻ്റെ സംസാരമൊന്നും നേരെ തിരിഞ്ഞു വരുന്നില്ല. ആ പെൺകുട്ടി ഇതേ കാര്യം തന്നെയാണ്. കാരണം 2 വർഷം ആ കുഞ്ഞ് അല്ലെങ്കിൽ ഈ ആമിന എന്ന് പറയപ്പെടുന്ന
ഇപ്പം നിലവിൽ 21 വയസ്സുകാരി നമ്മുടെ സ്ക്രീനിൽ ആമിനയുടെ ഫോട്ടോ ഉണ്ട്. അതായത് ഇയാൾക്കൊപ്പം കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ആമിന എങ്ങനെയിരുന്നു എന്നുള്ളതിന്റെ ഫോട്ടോ ഉണ്ട്. ആ കുഞ്ഞാണ് നമ്മൾ അല്പസമയം മുൻപ് കണ്ടതുപോലെ മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു ഫിസിയോതെറാപ്പി സെന്റർ. അന്ന് നല്ല സുന്ദരി ഒരു പെൺകൊച്ച്. ഇവൾക്കൊക്കെ യവന്റെ ഉമ്മാക്കും സഹോദരിക്കൊക്കെ പണം സ്വർണം ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. നടുപൊക്കി ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ജീവിതം മാറി, ആരോഗ്യ പ്രശ്നമടക്കം മാറിയത് എന്നുള്ളതാണ്. അസ്കർ ഒരു ക്രൂരനല്ല, അയാളൊരു മാനസിക രോഗിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇത്രയധികം വൈകൃതം അത് ആമിനയോട് മാത്രമല്ല, ആ 1.5 വയസ്സുള്ള കുഞ്ഞിനോടടക്കം നിരന്തരം ചെയ്ത കേട്ടാലറയ്ക്കുന്ന പല കഥകളും പറയരുത്. മാനസിക രോഗം എന്ന് പറഞ്ഞാൽ അത് അയാൾക്കുള്ള ചിലപ്പോൾ അനുകൂലമാകും. അയാൾ ക്രൂരനാണ് എന്ന് പറഞ്ഞാൽ പുറം ലോകം കണ്ടുകൂടാത്ത ഇനിയും ഒരു പൊട്ടൻഷ്യൽ കൊലപാതകയായ ആരെയും ഉപദ്രവിക്കുന്ന എന്തു ക്രൂരതയും ചെയ്യാൻ അങ്ങനെയുള്ളൊരു വാക്കേ പറയല്, ആ ഒരു രോഗത്തിന്റെ കാര്യേ പറയല്ല. അവൻ അങ്ങനെ ഉള്ളവനല്ല, അവൻ മനഃപൂർവ്വം ചെയ്തതാണ്. അവന് ഇതൊരു സുഖമാണ്, ഇങ്ങനെയുള്ളൊരു സുഖം. കഴുത്തറക്കാൻ പോലും കൈവറക്കാത്ത ഒരു കൊടുംക്രൂരനാണ് അയാൾ. പുറം ലോകം കണ്ടുകൂടാ. നമ്മൾ മാനസിക രോഗം എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല ഷഫീദ്. ആ കുഞ്ഞിനെ ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയതുപോലെ തന്നെയാണ് ആദ്യത്തെ ഭാര്യയെയും അവൻ കൊല്ലാൻ ശ്രമിച്ചു. ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തു. ആ കുട്ടി മരണപ്പെട്ടില്ല. അതുപോലെ എവളെയും ഈ കുഞ്ഞിൻ്റെ അമ്മയെയും കൊല്ലാനുള്ള ശ്രമം ഇവനുണ്ടായിരുന്നിട്ടുണ്ട്. ഇവൻ്റെ ആൾക്കാരും ഇവന് സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യിച്ചത്. ഇവൻ്റെ ആൾക്കാരും കൂടിയാണ് ചെയ്തത്. അതായത് ഉമ്മായും സഹോദരിയും എല്ലാവരും കൂടിയാണ് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലും ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അവരെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. യവന് അതിൻ്റെതായ ശിക്ഷ കിട്ടണം. ഇനിയും ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവന് നല്ല ശിക്ഷ തന്നെ കിട്ടണം. അവളെയും ചേർത്ത് പിടിച്ച് അവൻ നടക്കുന്ന രണ്ടുപേരെയും ഒരു സ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അവരെ രണ്ടുപേരെയും 2 സ്ഥലത്തായിട്ട് നിർത്തി അവരെ ചോദ്യം ചെയ്യണമായിരുന്നു. അവളെ ചേർത്ത് പിടിച്ചു കൊണ്ട് നടക്കുന്നുണ്ട്. ആദ്യത്തെ ഭാര്യയ്ക്കും നീതി കിട്ടണം, അതുപോലെ ഈ കുഞ്ഞിനും നീതി കിട്ടണം.